ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലെയർ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് കൊണ്ടുവന്നായിരുന്നു. സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സ് വേണ്ടി, അതായത് കഴിഞ്ഞ സീസണിലെ ഈ സീസണിലെ ഏറ്റവും വെച്ച പ്ലേയേഴ്സ് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവരെ. സോ അതിൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. ബിഗ് ടൈം കാർഡാണ്, ആ പാക്കിൽ തന്നെ ബെസ്റ്റ് കാർഡാണ്. അപ്പോൾ നമ്മളെന്തായാലും ചെയ്യാൻ പോകുന്നത് ആ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു പ്ലെയർ വിത്ത് ഗെയിം പ്ലേ ഉണ്ടോ. അപ്പോൾ ആൾക്ക് അത്യാവശ്യം എല്ലാ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിടലായിട്ട് തന്നെ കളിപ്പിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ആളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. നിലവിൽ എനിക്ക് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പ്ലെയർ ആളഞ്ഞാണ്. പോരാത്തതിന് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ അസിസ്റ്റിൻ്റെ ഇതിൽ ടോപ്പായി കിടക്കുന്ന ആളാണ്. ഒരു അസിസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ആൾക്ക് റെക്കോർഡ് മറികടക്കാം തിയറി ഹെൻറിയുടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. സോ ആദ്യം തന്നെ ആളുടെ പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഈ നിലയ്ക്കാണ് പ്രോഗ്രഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓട്ടോയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഓട്ടോ കൊടുത്താൽ മതി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്താണ്. ഓക്കെ, സോ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട്. 31 വയസ്സുള്ള 179 ഹൈറ്റുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. റൈറ്റ് ഫൂട്ടറാണ് ആൾ. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് കേട്ടോ ആൾ. ഈ മിഡ്ഫീൽഡ് സെക്ഷൻ എല്ലാം കളിക്കും. ഇനിയിപ്പോൾ ലെഫ്റ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് മിഡ്ഫീൽഡൊക്കെ പോസ്റ്റ് പോസ്റ്റർ കൊടുത്താൽ കളിക്കും. പ്ലേ സ്റ്റൈൽസ് മാസിങ് റണ്ണ്, ഇൻവെസ്റ്റ് റണ്ണ്, ലോങ് ബോൾ എക്സ്പെർട്ട്, ലോങ് റേഞ്ചറാണ് കേട്ടോ ആളുടെ പ്ലേ സ്റ്റൈൽസ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓവർ റേറ്റിംഗ് 107 വന്നിരിക്കുന്നത്. സോ ഇതിൽ അറ്റാക്ക് വന്നിട്ട് 91, ബോൾ കൺട്രോൾ 96, ഡ്രിബിളിങ് 93, അത് ടൈറ്റ് പൊസിഷൻ 96 അപ്പോൾ ഡ്രിബിളിംഗ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ആൾ പക്കയാണ്, ഒരു രക്ഷയില്ല പറയാം. ഈ പാസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ലോ പാസ് 95, ലോഫ്റ്റഡ് പാസ് 96 ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഫിനിഷിങ് 86 കൊടുത്തേക്കണ്, അത് മതിയാകും. ഇപ്പോൾ AMF അല്ലേ, നമുക്ക് നോക്കി നോക്കാം. കീഴ് 85 ഉണ്ട്, സ്പീഡ് 86 ഉണ്ട്, ആക്സലേഷൻ 93, കിക്കിംഗ് പവർ 91, ബാലൻസ് 89, സ്റ്റാമിന 87. അപ്പോൾ ഒരു 80 മിനിറ്റൊക്കെ ഇട്ട് കളിപ്പിക്കുക, കുഴപ്പമില്ല. 90 മിനിറ്റ് കളിപ്പിക്കുക, എന്നാലും 80 മിനിറ്റൊക്കെ ഇട്ട് കളിപ്പിക്കുക. AMF ആണല്ലോ, അധികം റൺസൊന്നും വരില്ല നമ്മുടെ നിന്ന്. ബാലൻസ് 89, നല്ല ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഡ്രിബിൾ ചെയ്തിട്ടൊക്കെ. ഇനിയിപ്പോൾ വീക്ക് ഫുഡ് യൂസേജ് നോക്കുകയാണെങ്കിൽ ഒക്കേഷനിലാണ്. വീക്ക് ഫുഡ് ആക്യുറസി വെരി ഹൈ ആണ്, ഫോം അൺവെയറിംഗ് ആണ്. അപ്പോൾ അതൊക്കെ സെറ്റാണ്. ഇഞ്ചർ റെസിസ്റ്റൻസ് ഒക്കെ ആയി ആൾ ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാറ്റ്സ് വൈസ് ആൾ ഓക്കെ ആണ് കേട്ടോ. ഞാനിപ്പോൾ ബൂസ്റ്ററെ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് ആണ്, ഓട്ടോ കൊടുത്തപ്പോൾ കിട്ടിയതാണ്. ഇതിലേക്ക് ആൾക്ക് വല്ല ആക്യുറസി, ഫ്രീ കിക്ക് ടേക്കിങ്, ബോൾ ക്യാരിങ്, ഏജിലിറ്റി വല്ലതും കൊടുത്താൽ സ്പീഡൊക്കെ കൂട്ടി കിട്ടണമെങ്കിൽ അത് കൊടുക്കാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ സ്കിൽസ് നോക്കുകയാണെങ്കിൽ മെയിൻ സ്കില്ലാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീറ്റ് പറഞ്ഞ സ്കില്ല്. അതിനൊപ്പം തന്നെ ആൾക്ക് വന്നിരിക്കും ഫിനോൽ പാസ് ആണ് കേട്ടോ. അപ്പോൾ കുറേ പാസും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം, ഡ്രിബിളിങ് ചെയ്ത് നോക്കാം. സോ ആൾക്ക് വന്നിരിക്കുന്ന സ്കിൽസ് ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, വൺ ടച്ച് പാസ്, ത്രൂ പാസിംഗ്, വെയിറ്റഡ് പാസ്, പിൻ പോയിന്റ് ക്രോസിംഗ്, ഔട്ട് സൈഡ് കേളർ, ഫിനോൽ പാസ്, ക്യാപ്റ്റൻസി. അപ്പോൾ ഇതിലേക്ക് ഒരു ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ആഡ് ചെയ്യുക, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് അല്ല സോറി റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യുക, ഡബിൾ ടച്ച് മാർസലറ്റാണ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അഡ്വാൻസ് ഇട്ട് കളിച്ചാൽ മതി. ഇതിലിപ്പോൾ സ്കിൽ ടോക്കണൊന്നുമില്ല, ഞാൻ അഡ്വാൻസ് ഇട്ട് കളിപ്പിച്ച കൊട്ടാട്ടോ ഒന്ന്, അതൊക്കെ ആഡ് ചെയ്താൽ മതി. പിന്നെ ഏതാ അത്രയും മതിയായിരിക്കും. ഒരു ലോ ലോഫ്റ്റഡ് പാസും കൊടുത്തോ നൈസായിട്ട്. അപ്പോൾ ഇത്ര കൊടുത്ത് തന്നെ ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇടുക്ക് മച്ചു. ഓക്കെ, റുമിനിങ് ആണ്. റുമിനിങ് എടുത്തേ ബ്രൂണോക്ക് വെച്ചേ ഡിഫ്ലക്ഷൻ. ഓക്കെ, ബ്രൂണോ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൂണോ ഓക്കെ, ഡബിൾ ടച്ച് ഇടാം. പക്ഷെ ഇതൊരു രസമില്ലടാ, അടുപ്പിച്ച് നോക്കാം. സേവ് ഇട്ടറാ. മെസ്സിയാണ് ഗൈസ്, ഓൻ്റെ മെസ്സി. എൻ്റെ അളിയ ജെറാഡ് വാഗി നെസ്റ്റ് എടുത്തറ. ഓക്കെ, വിയേറ ആൻഡ് ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ്. ഡബിൾ ടച്ച് ഇടാം. ഈ ഡബിൾ ടച്ച് ഒരു സുഖല്ലേ. സോ നൈസ് ഡ്രിബിൾ. മറ്റേ ഡബിൾ ടച്ച് രസം. ഈ അഡ്വാൻസിൽ ഡബിൾ മാസ്റ്റർ കൊടുക്കുക പറഞ്ഞാൽ. ഓക്കെ, നൈസ് വൺ. ഓക്കെ, ബ്രൂണോ ഒരു മാസ്റ്റർ ഇടാം. എടാ എടുത്തിട്ടുണ്ട്. മിസ്സായി പോയടാ. മാർസലോ എടുക്ക്. ഓക്കെ, മാർസലോടെ നൈസ് ടേക്ക് ആയിരുന്നു. ആൻഡ് ബ്രൂണോക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ടു വിയേറ, ടു അൽക്കാൻഡ്രെ, ബ്രൂണോ ഡാഷ് ട്രിബിൾ. നൈസ് ആണ്, ഒന്നുകൂടി ഡാഷ് ട്രിബിൾ ഇടാം. ഓക്കെ, അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ അയ്യേ ഡയറക്റ്റ് ഗോൾ കീപ്പർ ആയടാ. നല്ലൊരു ട്രൈ ആയിരുന്നു. 8 വെച്ച് ബ്രൂണോ. ഓക്കെ, നൈസ് ഡ്രിബിളിങ്. ഓക്കെ, ഒന്നുകൂടി ടേൺ എടുക്കാം. നൈസ് വൺ. ഓക്കെ, ബ്രൂണോ കേളടിക്കാം. ബ്രൂണോ എടാ മാർക്കിനസിന്റെ കിടിലൻ ക്ലിയറൻസ് ഗോൾ ആവണ്ടായിരുന്നു അത്. ബ്രൂണോ എടുത്തോ? ബ്രൂണോ എടുത്തില്ലടാ. അത് അൽക്കാൻഡ്ര എടുത്തിന് ബ്രൂണോക്ക് വെക്കാം. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് ലോഫ്റ്റ് കളിക്കാം. ഓക്കെ, റൂമി റൺ എടുക്കണ്ട്. റൂമി അടുപ്പിച്ച് നോക്കാം. റൂമി കിടിലൻ ബോളായിരുന്നു കേട്ടോ ബ്രൂണോന്റെ. അങ്ങനെ ഫസ്റ്റത്തെ ഒരു അസിസ്റ്റ് വന്നിട്ട് ബ്രൂണോന്റെ അടുത്ത് ഒരു അറ്റാക്കിംഗ് ആയിട്ട് നോക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അത്. സോ അത് കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു കേട്ടോ നമ്മുടെ. എഡി ബ്രൂണോ. ഓ, റൂമിയാണ്. ബ്രൂണോക്ക് വെക്കാം. എടാ ഓഫല്ലോ. ഓക്കെ, ബ്രൂണോ ടേൺ എടുക്കാം. ഓ നൈസ് ഡ്രിബിളിംഗ്. അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ ചേടാ ഗോൾ കയറിയില്ലല്ലോ അടിച്ചിട്ട്. ഓക്കെ, നെസ്റ്റ ആൻഡ് ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ് ടു വിയേറ, ലാം ടു ബ്രൂണോ, ത്രൂ വെക്കാം. ഓക്കെ, റൂമി അടുപ്പിച്ച് നോക്കാം. റൂമിനിങ്. ഓക്കെ, വീണ്ടും ബ്രൂണോയുടെ ഒരു കിടിലൻ ത്രൂ ബോളായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ബോൾ തന്നെയായിരുന്നു ബ്രൂണോയുടെ. കിടിലൻ പ്ലേ മേക്കിംഗ് ഒക്കെ ഉണ്ട് മൂപ്പര്. അടിച്ചിട്ട് കയറുന്നില്ല പക്ഷേ. എടാ അൽക്കാൻഡ്ര ആൻഡ് ഇറ്റ്സ് ബ്രൂണോ. ഓക്കെ, മാർസലറ്റ നൈസ് വൺ. ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ ഫെർണാണ്ടസ് എടാ വീണ്ടും പുറത്തേക്കിടാ.
എൻ്റെ അളിയ കീർണില്ല. വാൻഡൈക്ക് ആൻഡ് ഇറ്റ്സ് ബ്രൂണോ ടു മാർസലോ ടു എട്ടോ ടു അൽക്കാണ്ടർ ടു ബ്രൂണോ ആണ്. ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ ഫെർണാണ്ടസ് എടാ പോസ്റ്റും അടിച്ചറാ എടാ. ഞാൻ അൽക്കാണ്ടറെ റുമിനിങ് ടു ഫിഗോ ടു ലാമാണ്. ഓക്കെ ഒരു ക്രോസ് ഇടാം. മാൻഡിറ്റ്സ് എടാ അൽക്കാണ്ടർക്ക് എത്തിയില്ല. വിയേര ബ്രൂണോ എടുത്തിട്ടുണ്ട്. ഒന്ന് ടേൺ എടുക്കാം. ഓക്കെ നൈസ് ഓൺ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ എടാ വീണ്ടും ഡയറക്റ്റ് ഗോൾ കീപ്പർ. ഓക്കെ ലാം ആൻഡ് ഇറ്റ്സ് ഫിഗോ ക്രോസ് വെക്കാം. എറ്റോ എടാ അതും പോയോ. ഇബ്രോയിൻ ഓക്കെ മാർസലോ എടുത്തിട്ടുണ്ട്. ആൻഡ് ത്രൂ ബോൾ ടു റുമിനിങ് ടു ബ്രൂണോ ടേൺ വരാം. ആൻഡ് ബ്രൂണോ നൈസ് ഡ്രിബിളിങ്. ഓക്കെ ഒന്നും കട്ട് ചെയ്യാം. നൈസ് ഡ്രിബിളിങ് ഫ്രം ബ്രൂണോ. ഓക്കെ നൈസ് മാർസലോ ടേൺ. ഓക്കെ ഡബിൾ ടച്ച്. ഓക്കെ നൈസ് ടേൺ. ഗുഡ് വൺ ബ്രൂണോ. ഡ്രിബിൾ ചെയ്യാൻ സ്മൂത്ത് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം മാച്ച് ഫീച്ച് സ്കില്ലുള്ളതുകൊണ്ട് തന്നെ പന്ത് പോകണമെന്നില്ല. കയ്യിൽ ഒരു ഡാഷ് ഇട്ടിട്ട് വരും മിക്കവാറും. ഓക്കെ ടേൺ എടുക്കാം. ഒരു ഡാഷ് കൊടുക്കാം. ഓക്കെ നൈസ് വൺ ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ എടാ അതും സേവോ. ഒരു കോർണർ കിട്ടീന് കേട്ടോ. നമുക്ക് എന്തായാലും 6 അടിക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. വെച്ച് നോക്കാം. ബ്രൂണോന്റെ കോർണർ കേട്ടോ. ഹെഡി വിയേര എടാ എത്തിയില്ല. ഓക്കെ തിയാഗോ ആണ്. എടുക്ക് ചേട്ടാ എടുത്തില്ല അത്. ഓപ്പ് സ്റ്റോജോക്കോവിക്. ഓക്കെ ഫെർണാണ്ടസ് എടുത്തിട്ടുണ്ട്. ബ്രൂണോ ആണ്. ഓക്കെ ഡാഷ് ഇടാം. ഒന്നുകൂടി ഡാഷ് അടിക്കാം. അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ ഫൈനലി ഒരു ഗോള് കയറി. എടാ എത്ര നേരമാണ് ഗോൾ അടിക്കാൻ വേണ്ടി മുക്കുള്ളൂ ഗൈസ്. ഗോൾ അടിച്ചിട്ടോ ബ്രൂണോ ഫൈനലി. ഓ ഒരു കിടില ഫിനിഷായി. പോസ്റ്റ് മടിച്ച് കയറിയത് അത് ഓട്ടോ വിഫാണ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നെസ്റ്റ ടു ബ്രൂണോന്റെ ലോഫ്റ്റ് കളിക്കാം. ഓക്കെ റൂമി റൺ എടുക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്യാൻ കിട്ടിയ മതിയായിരുന്നു. ഓക്കെ റൂമി അടുപ്പിച്ച് നോക്കാം. റൂമി ഓക്കെ ഗൈസ് വീണ്ടും ഒരു അസിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ബ്രൂണോക്ക്. ഇത്തവണ ലോഫ്റ്റഡ് ബോൾ തന്നെയായിരുന്നു. കിടിലൻ ബോളായിരുന്നു കേട്ടത്. അവിടെ എടുത്തത്. ഓക്കെ തിയാഗോ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എറ്റോ ടു ബ്രൂണോ. ഓക്കെ ബ്രൂണോ ഇട്ട് ഗൈസ് ഡ്രിബിൾ ചെയ്യാൻ നോക്കാം നമുക്ക്. നൈസ് ഡ്രിബിളിങ്. ബ്രൂണോ ടേൺ വരാം. ഓക്കെ ഗുഡ് വൺ ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. എടാ ലാഗടാ പുല്ല്. ലാഗായിട്ട് കൺട്രോൾ ചെയ്ത് അടിക്കാൻ പറ്റിയില്ലടാ. അവിടെ എഡ്ഡി അലക്കാണ്ടറെ ആൻഡ് ഇറ്റ്സ് റുമിനിങ് ടു ബ്രൂണോ ഫെർണാണ്ടസ് ത്രൂ വയ്ക്കാം. എൻ്റെ പൊന്നെ ലൂയിസ് ഫിഗോ അതെന്ത് ബ്രൂണോ അടിച്ചേ എടാ. ഏതാ പന്ത് കിടിലൻ ബോള് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. മാർസലാണ് കേളി കൊടുത്തിട്ട് ഉള്ളിക്ക്. ഹെഡി ബ്രൂണോ ആണ് ഗൈസ്. പാസ് വെക്കാം. ആൻഡ് തിയാഗോ റിട്ടേൺ പാസ് വെച്ചിട്ട് അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ എടാ ഓക്കെ ലാമാണ്. ക്രോസ് ഇടാം. ആൻഡ് ഫിഗോ എടാ അതും പോയോ. മാർസൽ ഇട്ടിയതേ മത്തൻ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നെസ്റ്റ ടു അൽക്കാണ്ടറെ ടു ബ്രൂണോ. ഓക്കെ ലോഫ്റ്റ് എടുത്ത് വയ്ക്കാം. എൻ്റെ അളിയ മുത്തേ എട്ടോ ഒന്ന് ടേൺ എടുത്തടിച്ച എട്ടോ കിടില അസിസ്റ്റോട് വരുന്നത് ബ്രൂണോ. നമുക്ക് വേണ്ട തന്നെയാണ്. ഗോളോട് കൂടുതൽ അസിസ്റ്റാ എടുത്ത വാൻഡൈക്ക്. ആൻഡ് ഇറ്റ്സ് മാർസലോ ടു ബ്രൂണോ ടേൺ എടുക്കാം. ഗുഡ് വൺ. ഒന്നുകൂടി ടേൺ എടുക്കാം. എൻ്റെ അളിയ ത്രൂ വയ്ക്കാം. മാർസലോ പോണ്ട്. ഓക്കെ മാർസലോക്ക് വെച്ചിട്ടുണ്ട്. മാർസലാണ്. ബ്രൂണോക്ക് തിരിച്ചു വയ്ക്കാം നമുക്ക്. ഓക്കെ ബ്രൂണോ എടാ ഇതെന്ത് പോളത്. ഓക്കെ ബ്രൂണോ ഡാഷ് ട്രിബിൾ നൈസ് വൺ ബ്രൂണോ. ഓക്കെ ഒന്നുകൂടി ടേൺ എടുക്കാം. ഗുഡ് വൺ ബ്രൂണോ. ഓക്കെ ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. കേൾ കൊടുക്കാം. ബ്രൂണോ ജസ്റ്റ് മിസ്റ്ററാ ഇത്തിരിക്ക് പോയത്. ഓക്കെ ലാം ടു ഫെർണാണ്ടസ്. ബ്രൂണോ ആണ് ഗൈസ്. ബ്രൂണോ ഓക്കെ മാർസലേട്ട നൈസ് വൺ ബ്രൂണോ. ഓക്കെ ഒന്നുകൂടി ടേൺ എടുക്കാം. ഗുഡ് വൺ. ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഓക്കെ ഒന്നുകൂടി കട്ട് ചെയ്യാം. ഗുഡ് വൺ. ഒന്നുകൂടി തിരിച്ചു വലിക്കാം. നൈസ് വൺ ബ്രൂണോ ആണ് ഗൈസ്. ബ്രൂണോ ത്രൂ വയ്ക്കാം. ഓക്കെ റൂമിനിങ് ടേൺ എടുക്കാം. ഓക്കെ എടാ ചേടമാരിയേക്ക് അടിച്ചില്ല അത്. വാൻഡൈക്ക് ആൻഡ് ഇറ്റ്സ് ബ്രൂണോ ടു അലക്കാണ്ടറെ ടു വിയേര ടു ബ്രൂണോ. ഒരു ത്രൂ വയ്ക്കാം. ഓക്കെ എറ്റോ കേൾ കൊടുക്കാം. എറ്റോ എടാ വീണ്ടും സേവ് ഇട്ടവൻ. എടുത്തത് നെസ്റ്റ ആൻഡ് ഇറ്റ്സ് ബ്രൂണോ ആണ് ഗൈസ്. ബ്രൂണോ ഫെർണാണ്ടസ്. ഓക്കെ ബ്രൂണോ. ഓക്കെ റൂമി പോകണ്ട് ത്രൂ വയ്ക്കാം. ഓക്കെ റൂമി അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ അസിസ്റ്റ് വെക്കാൻ പുളിയുണ്ട് കേട്ടോ. കുറെ അസിസ്റ്റ് വെക്കിയിട്ട് ഉപരി ഗോളാണ് വരാത്തത്. മാർസലോ ആൻഡ് ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ് ടു എറ്റോ ടേൺ എടുക്കാം. ബ്രൂണോക്ക് വെക്കാം. ഓക്കെ ബ്രൂണോ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളി വരാൻ നോക്കാം. ഓക്കെ ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ എടാ അതും സേവ്. എടാ ഒരു ഗോള് താടാ എന്താ ഇങ്ങനെ. തിയാഗോ ആൻഡ് ഇറ്റ്സ് വിയേര. ബ്രൂണോ നൈസ് വൺ. ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ എടുത്തത്. ഓക്കെ ബ്രൂണോ അടുപ്പിച്ച് നോക്കാം. ബ്രൂണോ വീണ്ടും ഒരു ഗോൾ. രണ്ടാമത്തെ ഗോളാ തോന്നിട്ട് ഇരുപത്തേത്. എന്താ ഗോൾ അടിക്കില്ലടാ. കുറെ അസിസ്റ്റ് വെക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിനെ വെച്ച് കുറച്ച് കളിയൊക്കെ കളിപ്പിച്ചു. മൂപ്പരുടെ ഗോളൊന്നും അങ്ങനെ കീറുന്നില്ല. എന്താ അറിയില്ല. എനിക്ക് ഫിനിഷിങ് കൂട്ടി കൊടുക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഓട്ടോട്ട് കളിക്കുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടണത്. അസിസ്റ്റോട് കുറേ ഉണ്ട്. ത്രൂ ബോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരു AMF വെച്ചിട്ട് ഇതിനായിട്ടും കൂടുതൽ സ്കോറിങ് കാര്യങ്ങളൊക്കെ വരണതാണ്. മെയിൻലി ആ നാച്ചുറൽ ആയിട്ടുള്ള ഡബിൾ ടച്ച് ഒക്കെ ഉണ്ടല്ലോ അതില്ലാത്തതുകൊണ്ടായിരിക്കാം
സംഭവം ഇപ്പോൾ അഡ്വാൻസ്ഡ് ഇട്ട് കളിക്കുമ്പോൾ ഡബിൾ ടച്ച് വന്നിട്ട് സ്ലോ മോഷൻ കളിച്ചിട്ടൊക്കെ ഇടുക. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. സ്കില്ലൊന്നും ഇട്ടൊക്കെ അധികം പെർഫോം വെച്ചില്ല. എൻ്റെ ഫെൽറ്റ് തന്നെയാണത്. കളി പണ്ടത്തെ പോലെ അത്ര പ്രോ കളിയൊന്നുമല്ല കളിക്കണത്. അതും ഒരു മിസ്റ്റേക്കാണ് എൻ്റെ വന്നത്. അപ്പോൾ കാർഡ് എങ്ങനെയുണ്ട് വെച്ചാൽ കാർഡ് കുഴപ്പമില്ല, നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാലൻസ് ഇട്ടുണ്ട്, നമുക്ക് ടേൺ എടുത്ത് കളിക്കാനും മാനേജ് ഓഫ് പിച്ച് എന്ന സ്കില്ലിൻ്റെ നല്ല രീതിയിലുള്ളൊരു ഇതുണ്ട്. പിന്നെ ഫിനോൽ പാസ് ടൈപ്പ് പാസ്സൊന്നും ഞാൻ അങ്ങനെ കൊടുത്തില്ല. ഫിനോൽ പാസ് നിങ്ങൾക്ക് അറിയാലോ, മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ ടൈപ്പ് ഒന്നല്ല, ഇതിൻ്റെ ഡേ കൂടെ പോകും അങ്ങനെയൊന്നല്ല. മെയിനായിട്ട് ഈ പോഡിയൊക്കെ ചെരിഞ്ഞെന്നാലും നമുക്ക് പാസ് എങ്ങനെയാണ് ഉദ്ദേശിച്ച് ആ രീതിക്ക് എത്തിച്ച് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പാസിങ് സ്കില്ലാണ് ഈ ഫിനോൽ പാസ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും വന്നില്ല. പിന്നെ നല്ല വിഷണറി പാസ് പോലത്തെ പാസ്സുകൾ വന്നു. പക്ഷേ വിഷണറി പാസ് സ്കില്ല് മൂപ്പരിക്കില്ല. പക്ഷെ നല്ല പാസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ടല്ലോ മൂപ്പർക്ക്. 95 ലോ പാസ്, ലോഫ്റ്റഡ് 96 ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആ ഫിഗോക്കൊക്കെ വെച്ച പോളുണ്ടല്ലോ, എൻ്റെ പൊന്നെ അതൊക്കെ ഗോളാവണമായിരുന്നു. അസിസ്റ്റ് ഓഫ് ദി ഇയർ ആയിരുന്നു. എമ്മാതിരി ബോളാണ് പോയത്. അപ്പം അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ വന്നു. പിന്നെ കുറേ അധികം അസിസ്റ്റ് വെച്ചു. അല്ലാണ്ട് മെയിൻലി ഇതിന് പോണ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. ആസ് എ യുണൈറ്റഡ് ഫാനായിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. ബ്രൂണോനെ ഒരു രസമാണല്ലോ, യുണൈറ്റഡ് ഫാൻസിനെ തള്ളി പറയാൻ പറ്റില്ല, അജാതി പെർഫോമൻസാണ്. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നാച്ചുറലായിട്ട് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണ്ടെന്ന് പറയുള്ളൂ. ബ്രൂണോ അത്രയ്ക്കൊന്നുമില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. അപ്പോൾ ഞാൻ കളിപ്പിച്ചതിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നെറ്റ്വേഡ്, പ്ലാറ്റിനി അങ്ങനെയുള്ള നല്ല എം എഫ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ലത്, അത്രയ്ക്കേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും എൻ്റെ റിവ്യൂ പറയുമ്പോൾ ഇതൊക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ കളിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.